ഹലോ നമസ്കാരം. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാലേട്ടൻ ആകെ വിഷമത്തിലാണ്. അന്നേരം ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, ബാലേട്ട എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ചേച്ചിയും ബാലേട്ടനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവാൻ മെയിൻ കാരണം അലീനയാണല്ലോ. അപ്പോൾ അലീന പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നത് പോലെയാണ്. അത് പിന്നെ ഏത് പശ വെച്ച് ഒട്ടിച്ചാലും ഒരുപാട് നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അലീന വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എവിടെ എത്തിയച്ചാ, എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ, ഇപ്പോഴേ ഒന്നും എത്തൂല എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ അലീന വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പോകാനൊരുങ്ങുക എറണാകുളത്തേക്ക് എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, ലേറ്റ് ആവേണ്ട, ബസ്സിന് പോകണ്ടേ അല്ലേ എന്ന്. അന്നേരം അലീന പറയാണ്, ഞാൻ അതിനാണ് വിളിച്ചത്, കാറുണ്ടല്ലോ ഇവിടെ, ഞങ്ങൾ കാർ എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്യുക? അന്നേരം പറയാണ്, രോഹിത് ഡ്രൈവ് ചെയ്യും, അവന് ലൈസൻസും ഉണ്ടല്ലോ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൻ ഇത്ര ദൂരമൊന്നും ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതിന് ഞാൻ കൂടിയുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ അലീന പറയാണ്, അച്ഛാ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊല്ലപ്പള്ളി പോയപ്പോൾ രോഹിത്തല്ലേ ഓടിച്ചത്, നല്ല ശ്രദ്ധിച്ചാൽ അവൻ ഓടിച്ചതെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, പക്ഷേങ്കിൽ കാർ അവിടെ ഇല്ല, കാറ് കടയിലാണ് ഉള്ളത്, ഞാൻ ഏതെങ്കിലും ഡ്രൈവറെ കിട്ടുമോ നോക്കാം, എന്നിട്ട് അത് കാറ് വീട്ടിലെത്തിക്കാൻ നോക്കാമെന്ന് പറയാണ്. അന്നേരം അലീന പറയാണ്, എന്നാൽ ശരി അച്ഛാ. അന്നേരം പിന്നെയും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓവർ സ്പീഡ് വേണ്ട, ഓവർടേക്കിങ്ങും വേണ്ട, നല്ലപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം പിന്നെ അലീന പറയാണ്, എന്നാൽ ശരി അച്ഛാ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാം കേട്ടോ. അവൻ നന്നായിട്ട് ഓടിക്കുമ്പോൾ അല്ലട്ടോ, ഞാൻ അവൻ്റെ ഡ്രൈവിങ് ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല ശ്രദ്ധയോടെ കൂടിയാണ് അവൻ വണ്ടി ഓടിക്കാറ് എന്നൊക്കെ ഗോവർദ്ധനം പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് ഗോവർദ്ധന അങ്കിളിനെ വിളിക്കുന്നുണ്ട് കേട്ടോ, കാറ് അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഗോവർദ്ധനം പറയുന്നുണ്ട്, കാർ അയച്ചിട്ടുണ്ട്, ഒരു ഡ്രൈവറെ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അലീന പുറത്തിറങ്ങിയിട്ട് വാതിലൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും റെഡിയായോ, വണ്ടി വന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഗോവർദ്ധന അങ്കിൾ കാറ് വിട്ടിട്ടുണ്ട്, ഇപ്പോൾ കാറ് വരും എന്ന് പറയാണ്. അന്നേരം ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇതാ ഒരു കാറ് വരുന്നെന്ന് പറയണേ. അപ്പോൾ ഇവരെ കാറ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ബാഗും കാര്യങ്ങളെല്ലാം ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം രോഹിത് ഡ്രൈവറോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ടൗണിലേക്ക് വിടണ്ടേ, നിങ്ങൾ ഫ്രണ്ടിൽ കയറിക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് തന്നെയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കിയ ഉടനെ രോഹിത് ബ്രേക്ക് പിടിക്കുക കേട്ടോ. അന്നേരം ബബിത ചോദിക്കുകയാണ്, ഓടുന്നതിന് മുന്നേ സഡൻ ബ്രേക്കോ? അന്നേരം രോഹിത് പറയാണ്, ഇതാണ് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന്. എന്നിട്ട് എല്ലാവരും റെഡി ആയില്ലേ, ഓക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാട്ടോ. അങ്ങനെ ബാലേട്ടനും ഗോവർദ്ധനും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തിറങ്ങാം കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഗോവർദ്ധന ഇനി ഞാൻ കുറച്ച് നേരം ഞാൻ ഓടിക്കാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, വേണ്ട ബാലേട്ടൻ ഞാൻ ഓടിച്ചോളാം എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കുറച്ച് നേരം ഓടിക്കാം, നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രനാട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് കാറിൽ കയറിയതിന് ശേഷം ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഈ വേണമെങ്കിൽ ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ബാലേട്ടൻ വണ്ടി ഓടിക്കുമ്പോഴോ ഞാൻ ഉറങ്ങാനോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, അതെന്താടാ ഞാൻ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ബാലേട്ടന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്ന പരിപാടിയില്ല എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് താനെന്താ ചോദിക്കാത്തതെന്ന്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാൻ അറിയേണ്ട കാര്യം ആണെങ്കിൽ ബാലേട്ടൻ എന്തായാലും പറയുമെന്ന് പറയാണ്. ഒരു കാര്യമില്ലാണ്ട് എന്നെ കൊണ്ടുപോകില്ലല്ലോ എന്ന് പറയാണ് ഗോവർദ്ധനൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളൊന്ന് കൂനൂർ വരെ പോവുകയാണ്, അവിടെ എൻ്റെ അളിയനുണ്ടല്ലോ, മൂത്ത അളിയൻ ഗംഗാധര മേനോൻ, അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. ആദ്യം അയാളെ കാണണം, എന്നിട്ട് വേണം ഞാൻ ഉദ്ദേശിക്കുന്നവരെ പടിപടിയായിട്ട് കണ്ടുപിടിക്കാൻ. എന്നിട്ട് ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, തനിക്ക് മനസ്സിലായില്ല അല്ലേ? അന്നേരം ഗോവർദ്ധനം പറയാണ്, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ കുപ്പിന്നും കൊടുത്തുനിന്നും ഭൂതം വരുന്നതെല്ലാം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ? അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കുടത്തിലടച്ച ഭൂതമില്ലേ, ആ ഭൂതത്തെ കെട്ടണമെങ്കിൽ, പുറത്തെത്തിക്കണമെങ്കിൽ ആദ്യം ആ ഭൂതത്തിനെ കുടത്തിലടച്ച ഓരോരുത്തരെയും കണ്ട് ഭൂതത്തെ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. അതിനുള്ള താക്കോൽ സൂക്ഷിപ്പുകാരിൽ ഒരാളാണ് ഗംഗാധര മേനോൻ. കഴിഞ്ഞ 23 വർഷം പുള്ളി ഇതും പിടിച്ചിരിപ്പാ. സമയമായി, ഇനി മതി. ഇതൊക്കെ കേട്ടിട്ടും ഗോവർദ്ധന ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അലീനയും ടീമും ഒരു കടയിൽ നിർത്തുന്നുണ്ട് കേട്ടോ.
സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കുക, ഞാൻ ഒരു കോള് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം രേവതിക്കുട്ടി ഫോൺ എടുത്താട് അലീന ചോദിക്കുന്നുണ്ട് എന്താ മോളെ സുഖമില്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അത്ര സുഖക്കുറവൊന്നുമില്ല എന്ന് പറയാണ്. ഞാൻ ഗ്രേസമ്മ ആൻറ്റിയെ വിളിച്ചപ്പോൾ ഗ്രേസമ്മ ആൻറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുകയാണ് ഗ്രേസമ്മ ആൻറ്റി അല്ല അറിയണമെങ്കിൽ എന്നെ വിളിക്കണമായിരുന്നു എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് അന്നേരം ഞാൻ നിന്നെ വിളിച്ച് സംസാരിക്കണമായിരുന്നല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി പരിഭവത്തിലാണ് കേട്ടോ. രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്ന വിവരം പറയാഞ്ഞിട്ട്. അങ്ങനെ അലീന പറയാണ് ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ, അടികൂടലെല്ലാം നേരിട്ടാവാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. ആ സമയത്ത് രോഹിതൊക്കെ സ്നാക്സ് വാങ്ങിച്ച് കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് എന്താ രേവതിക്കുട്ടി പരിഭവത്തിലാണോ എന്ന്. അന്നേരം അലീന പറയാണ് ഞാൻ അവളോട് വിളിച്ച് ചോദിക്കാനായിട്ട് ഉള്ള പരിഭവം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയാണ് അത് ശരിയല്ലേ, ഗ്രേസി അമ്മ ആൻറ്റിയോടല്ലേ ചോദിക്കേണ്ടത്, രേവതിക്കുട്ടിയോടല്ലല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് അവളാണ് ആ വീടിൻ്റെ എല്ലാം, അതുകൊണ്ടുള്ള ഒരു പരിഭവം മാത്രമാണെന്ന് പറയാണ്. എന്നിട്ട് അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അലീന വഴി പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആ കുരിശുപള്ളിയില്ലേ, ആ കുരിശുപള്ളിയിൽ എടുത്തുനിന്ന് റൈറ്റിലോട്ടാട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം രോഹിത് പറയാണ് പാലാരിവട്ടം വീട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം എറണാകുളം ജില്ല മൊത്തം ചുറ്റിക്കറങ്ങിയല്ലോ ഇപ്പോൾ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ബബിത രോഹിത്തിനെ ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി കേട്ടോ. ബബിത ചോദിക്കുകയാണ് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരത്തെ ഓടിക്കാമെന്ന് പറഞ്ഞല്ലേ എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയാണ് അത് കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാം എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് രണ്ടാളും വഴക്കൂടാനാണെങ്കിൽ ഈ കാറിനകത്ത് വഴക്ക് കൂടി തീർത്തോളണം. നമ്മൾ വേറൊരു വീട്ടിൽ വന്നിരിക്കുകയാണ്, ഡീസൻ്റ് ആയിരിക്കണം. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ബബിത പറയാണ് എൻ്റെ മര്യാദക്കാരി, നീ വലിയ ആളാവണ്ട, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അലീന ചേച്ചിയുണ്ട്, അലീന ചേച്ചി പറഞ്ഞോളൂ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് ഒന്നും മിണ്ടാതിരിക്കുക എല്ലാവരും, നമ്മളിതാ വീടെത്തിയെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും ആ വീട് നോക്കുകയാണ്. വലിയൊരു വീടാട്ടോ ഇത്. എന്നിട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്, ഇത്രയും വലിയ വീട്ടിലാണോ രേവതിക്കുട്ടി താമസിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ് അലീന ചേച്ചി എന്താണ് നമ്മളെ വീട്ടിലേക്ക് വന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുകയാണ് അതെന്താടി അങ്ങനെ പറയുന്നതെന്ന് പറയാണ്. അന്നേരം ബബിത പറയാണ് ഇവിടെ ഈ മുറ്റം അടിച്ചു വാരാനാണെങ്കിൽ എത്ര പണിയുണ്ട്, അതുകൊണ്ടല്ലേ ചേച്ചി നമ്മളടുത്തേക്ക് വന്നേ എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്തൊക്കെ രോഹിത്തിന് അവിടെ ഇറങ്ങാൻ എന്തൊരു ബുദ്ധിമുട്ടില്ലാതുപോലെ തോന്നും കേട്ടോ. അലീന പറയാണ് വാടാ ഇറങ്ങിട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയാണ് നിങ്ങളെല്ലാവരും ഇറങ്ങി, എന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടും രോഹിത്തിന് ഇറങ്ങാൻ എന്തോ പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്താ നിനക്ക് പറ്റിയെന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയാണ് എല്ലാവരും എൻ്റെ കാര്യം അറിഞ്ഞതല്ലേ, കേസിൻ്റെ കാര്യങ്ങളൊക്കെ ന്യൂസ് പേപ്പറിലെല്ലാം എല്ലാം വായിച്ചിട്ടുണ്ടാവില്ലേ, എനിക്ക് എന്തോ പോലെ ആവുന്നതെന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഗ്രേസമ്മ ആൻറ്റിയും അങ്കിളും വരിക, പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ. എന്നിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് വേഗം ഇറങ്ങ് കയറി വീട്ടിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും രോഹിത്തിന് എന്തോ മടി പോലെ തോന്നുന്നുണ്ട്. എന്നിട്ട് അലീന ഓരോ ആൾക്കാരെയും പോകുന്ന സമയത്ത് ഗ്രേസമ്മ ആൻറ്റി പറയാണ് നീ അങ്ങനെ പരിചയപ്പെടുത്തണ്ട, എനിക്കറിയാം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എവിടെ രേവതിക്കുട്ടി എന്ന് പറയാണ്. അന്നേരം ഗ്രേസമ്മ ആൻറ്റി പറയാണ് അവൾ എവിടെയോ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്, നീ പോയി നോക്ക് എന്ന് പറയാണ്. അന്നേരം അലീന പോയി നോക്കുന്ന സമയത്ത് രേവതിക്കുട്ടി അടുക്കള ഭാഗത്ത് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. ദേഷ്യത്തിലാണ്, പരിഭവത്തിലാണ് ആൾ. അന്നേരം രേവതിക്കുട്ടി പറയാണ് ഇപ്പോൾ ഇല്ല സ്നേഹമൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി പണ്ടത്തെ പോലെ സ്നേഹമൊന്നും ഇല്ലയെന്ന്. അന്നേരം അലീന ഒരുപാട് കളിയാക്കാം കേട്ടോ. അന്നേരം രേവതിക്കുട്ടി പറയാണ് ഇങ്ങോട്ട് വരുന്ന കാര്യം ആദ്യം എന്നോടല്ലേ പറയേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ ഗ്രേസമ്മ ആൻറ്റിയോട് പറയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയാണ് ആദ്യം ഗ്രേസമ്മ ആൻറ്റിയോടല്ലേ ചോദിക്കേണ്ടത്, അത് കഴിഞ്ഞ് അങ്കിളിനോടല്ലേ ചോദിക്കേണ്ടത്, ഇവിടെ മുതിർന്നവർ അവരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയണമെങ്കിൽ ഗ്രേസമ്മ ആൻറ്റിയെ വിളിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാവരും കൂട്ടി വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഗ്രേസമ്മ ആൻറ്റിയെ തന്നെ വിളിക്കണ്ടേ. ഇപ്പോൾ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി നീ പറയില്ലേ വന്നോളൂ എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഗ്രേസമ്മ ആൻറ്റിയെ വിളിച്ചത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെന്താടി നിനക്ക് മനസ്സിലാവാത്ത ബുദ്ധൂസെന്നൊക്കെ രേവതിക്കുട്ടിയെ അലീന കളിയാക്കുക കേട്ടോ.